ഗട്ട് ഹാർമണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കാവ്യ അരുൺ. കഴിഞ്ഞ 5 എപ്പിസോഡുകളിൽ നമ്മൾ ഗട്ട് ഹാർമണിയുടെ വ്യത്യസ്ത ഭാഗങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇന്ന് നമ്മൾ ഗട്ട് ഡിസ്ബയോസിസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞിരുന്നു നമ്മളുടെ വയറിൽ ഒരുപാട് ഗുഡ് ബാക്ടീരിയാസ്, ട്രില്യൺ കണക്കിന് ഗുഡ് ബാക്ടീരിയാസ് ഉണ്ട്. എന്നാൽ ഈ ഗുഡ് ബാക്ടീരിയാസിനോടൊപ്പം തന്നെ നമ്മളുടെ വയറിൽ കുറച്ച് മോശമായിട്ടുള്ള ബാക്ടീരിയാസും ഉണ്ട്. ഇത് വളരെ കുറച്ചാണ്, കാരണം ഗുഡ് ബാക്ടീരിയാസ് എപ്പോഴും ഇതിനെ കൺട്രോൾ ചെയ്ത് വയ്ക്കും. പക്ഷേ ഇവിടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടുതൽ ഷുഗറി ആയിട്ടുള്ളതും കേക്ക് പോലെ ഒരുപാട് ഈസ്റ്റൊക്കെ ചേർത്തിട്ടുള്ള ഭക്ഷണമാണെങ്കിൽ നമ്മളുടെ ഗുഡ് ബാക്ടീരിയയുടെ അളവ് കുറയുകയും ഈ ബാഡ് ആയിട്ടുള്ള ബാക്ടീരിയ കൂടുകയും ചെയ്യുന്നു. ഇത് കൂടുമ്പോൾ ഇവിടെയുള്ള ഗട്ടിൻ്റെ ബാലൻസ് തകരാറാവുന്നു. നമ്മുടെ വയറിലുണ്ടായിരിക്കേണ്ട ഒരു ബാക്ടീരിയയുടെ ലെവലിൽ ഒരു ഇംബാലൻസ് വരികയും ഈ പറയുന്ന ഇംബാലൻസ് ആണ് ഡിസ്ബയോസിസ് എന്ന് പറയുന്നത്. ഡിസ്ബയോസിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്ലോട്ടിങ് അല്ലെങ്കിൽ ഇൻഡൈജഷൻസ്, കോൺസ്റ്റിപ്പേഷൻസ് എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ നമുക്ക് കണ്ടുവരും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഗട്ടിൽ ഡിസ്ബയോസിസ് സംഭവിച്ചിരിക്കുന്നു എന്നത്. ആസ് എ നാച്ചുറോപ്പത്ത്, നമ്മൾ പൊതുവേ നാച്ചുറോപ്പതി ഡോക്ടേഴ്സ് പലപ്പോഴും ഡയറ്റിനാണ് പ്രാധാന്യം നൽകുന്നത്. കാരണം ഏതൊരു രോഗവും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ മോശമായ ഭക്ഷണ രീതി കൊണ്ടാണ്. ആ ഭക്ഷണത്തിൽ മാറ്റം വരുത്തുമ്പോഴാണ് നമ്മൾ ആദ്യമായി നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത്. ഒരു 2-3 സെക്കൻഡ്സ് നമ്മൾ വായിൽ വയ്ക്കുന്ന ഒരു ഭക്ഷണത്തിൻ്റെ രുചിക്ക് പ്രാധാന്യം നൽകി നമ്മൾ കഴിക്കുന്നത് പലതും നമ്മുടെ വയറിന് വളരെ വലിയ ദോഷം നൽകുന്നതായിരിക്കും. പക്ഷേ ഈ സെക്കൻഡ്സ് ഓഫ് ടൈം, ഈ വായിൽ അത് നിൽക്കുന്ന ആ ഒരു സമയത്ത് മാത്രമായിരിക്കും നമുക്കത് രുചികരമായിട്ട് തോന്നുന്നത്. അതിനുശേഷം ഇതുള്ളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ആർക്കും തന്നെ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ല. ഗട്ട് ബാക്ടീരിയയ്ക്ക് അതൊട്ടുമേ ഗുഡ് ഫുഡല്ല. ഇത് ബാഡ് ബാക്ടീരിയനെ വളർത്തുകയും ഗട്ടിൻ്റെ ഡിസ്ബയോസിസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. ഇനിയുമുണ്ട് ഒരുപാട് പറയാൻ. സ്റ്റേ ട്യൂൺഡ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.